ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഹിന്ദു തീവ്രവാദിനെ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? ഇവൻ ഇപ്പോൾ തെണ്ടി നടക്കുകയാണ്, കാട്ടിലൂടെ തെണ്ടി നടക്കുകയാണ്. ഇവൻ തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇവൻ ചെയ്തു കൂട്ടിയത് എന്താണ്? മുസ്ലിങ്ങളെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ക്രിസ്ത്യാനിയെയും യേശുവിനെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവൻ നടത്തി കൂട്ടിയ തീവ്രമായിട്ടുള്ള ഒരു കലാപ ആഹ്വാനമാണ് ഇവൻ നടത്തി കൊണ്ടുവന്നത്. കലാപം. നമ്മളെ ഇന്ത്യയിൽ രക്തം ചൊരിച്ചിൽ ഉണ്ടാകണം, അത് മാത്രമായിരുന്നു ഇവന്റെ ലക്ഷ്യം, ഇവന്റെ കൂട്ടുകാരുടെ ലക്ഷ്യം. അതിനിവൻ പരിശ്രമിച്ചു എന്ന് മാത്രമല്ല, നിരവധി വീഡിയോകൾ ചെയ്തു. നിരവധി വീഡിയോകൾ നിങ്ങൾ ഹിന്ദിയിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിരവധി വീഡിയോകൾ. എന്നിട്ടോ ക്രിസ്മസിന്റെ തലേ ദിവസം ഒരു ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ഉത്ബോധനം നൽകുന്ന ഒരു ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ട് അവിടെ ജയ് ശ്രീറാം വിളിക്കുകയും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയും അച്ഛന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഭയപ്പെടുത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. കന്യാമറിയം ആരാണെന്ന് ചോദിച്ചു. ഈസാ നബി, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് അസഭ്യം പറഞ്ഞു. ഇതെല്ലാം ഇവൻ ചെയ്തു കൂട്ടി. എന്നിട്ടോ ഇവൻ വലിയൊരാളാവാനും ഇവന് ഒത്താശ ചെയ്തുകൊണ്ട് ഹിന്ദുക്കളായ തീവ്രവാദികൾ ഇവന് ഒത്താശ ചെയ്തു. കാരണം ഇവൻ തീവ്രവാദിയാണ്, ഹിന്ദു തീവ്രവാദി. അങ്ങനെ ഇവന് വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തു. ഇന്ന് ബാംഗ്ലൂർ പോലീസ് ഇവനെ തെരിയാണ്. കാരണം നിരവധി പൈസ തട്ടിപ്പും അതേപോലെ തന്നെ ഇത് മുന്നുക്ക് പോകാൻ വേണ്ടിയിട്ട് പല അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് കാശ് പിടുങ്ങാൻ വേണ്ടി നോക്കി. അതിലൊരു വിദഗ്ധൻ നമ്മുടെ മാത്യു ഇവനുണ്ടല്ലോ, എന്താണ് പറയാ, സുലൈമാന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് പോയ സുലൈമാൻ ഉണ്ട്. ഇതേപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നടക്കണവന്. ഓനക്ക് വേണ്ടിയ മുസ്ലിങ്ങളുടെ ചോരയാണ്. ആർക്ക്? സുലൈമാന്. അത് പിന്നെ പറയാം, അത് വേറെ കാര്യമാണ്. ഇത് ഇവൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രയാസത്തിന് ഇന്ന് ഇവന് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇവ തെണ്ടി നടക്കുകയാണ് പോലീസിനെ ഭയപ്പെട്ടുകൊണ്ട് കാട്ടിലൂടെ. അത് കാണേണ്ട രംഗം തന്നെയാണ്. ഒരു നായയുടെ വില കൂടിയും ഇവൻക്ക് ഇന്ന് ഇപ്പോൾ ഇല്ല. हिंदुत्व की ये बात किया था मैंने कि ये जंगल मेरे जैसा जानवर के लिए बना हुआ है. वो सी होता है ना, मैं सी हूँ, साधु नहीं. इंडिया में हिंदुत्व उड़ता हुआ यही है. दोस्तों, ये वही शख्स है जिसने पादरी के साथ चर्च में घुसकर किस तरह बदतमीजी की थी. आपने देखा था किस तरह से आंखें. മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു വാർത്ത, ഹിന്ദിയിലുള്ളൊരു വാർത്തയാണ്. അത് ഞാൻ കാണാൻ ഇടയാവുകയും അത് എൻ്റെ സഹോദരന്മാർക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല. എല്ലാവരും അന്ന് ഭയപ്പെട്ടു. കാരണം അവരുടെ കൊലവിളിയാണ് ഇവൻ നടത്തിയത്. ഈ രംഗമായിരുന്നു അന്ന്. കണ്ട ആ ഫാദറിനെ ഭയപ്പെടുത്തുന്ന അവന്റെ കണ്ണ് നോക്കുങ്ങൾ. ഇപ്പൊ അവന്റെ അവസ്ഥ നോക്ക്. इंग्लिश में सुना रहा था, या टेल मी इस तरह की बातें कह रहा था. वो वीडियो तो आपने देखा ही होगा. अब ये शख्स जंगल में छिपा हुआ है. जी हाँ, सुनिए जरा पहले ये क्या कुछ कह रहा है. जंगल में घूमना पड़ रहा है. क्यों? हिंदुत्व की ये बात किया था मैंने. पागल हूं ना कभी. ഞാനിപ്പോ കാട്ടിലൂടെ നടക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ ഹിന്ദുക്കൾക്കും വേണ്ടി സംസാരിച്ചു. ഞാൻ ഹിന്ദുവിനെ വിജയിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചു. ഹിന്ദുവിനെ ഉണർത്തി. ഇത്രയും കാലമായിട്ട് ഹിന്ദുക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ സൈസ് സംസാരങ്ങളാണ് അല്പബുദ്ധികളായ ചില ഹിന്ദുക്കളും കൂടി സ്വീകരിക്കുന്നത്. എല്ലാവരും ഇല്ല. കാരണം ഇതിനൊക്കെ നമ്മുടെ കേരളമാണ് ഉദാഹരണം. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ആൾക്കാരുടെ സംസാരം ഏസാത്തത്, ഉൾക്കൊള്ളാത്തത് കേരളത്തിലത്തെ മനുഷ്യർ മാത്രമാണ്. അത്ര പക്വതയുള്ളവരാണ് കേരളത്തിലത്തെ മനുഷ്യര്. അത് എല്ലാ വിഭാഗക്കാരും അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പൊ ഹിന്ദുക്കളെ ഉണർത്താൻ നിൽക്കുകയാണ്. ഹിന്ദുക്കൾ ഉറങ്ങി കിടക്കുകയാണല്ലോ. എന്നിട്ട് കലാപാഹ്വാനം ചെയ്യുക. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതേമാതിരി തെണ്ടി നടക്ക. ഇവന് കുടുംബമല്ല, കൂട്ടല്ല, സാമിയാണ്.
കുടുംബമല്ല കൂട്ടല്ല തെണ്ടി നടക്കുക. പക്ഷെ ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷ ആളുകളും. അവർക്ക് ഭയം ഉണ്ടാവും. കേട്ടോളൂ അടുത്തത്. लगता है कि साला मैं वो सी होता है ना, मैं सी हूँ, साधु नहीं, क्योंकि साला मैं उड़ता हुआ तीर अपने पिछवाड़े में लेके घूम रहा हूँ. അപ്പോൾ തെറിവാക്കാണ് വരുന്നത്. പിച്ചുവാട എന്ന് പറഞ്ഞ ബാക്ക്, ഞാന് തീർ എന്ന് പറഞ്ഞ നമ്മളെ ഇങ്ങനെ അമ്പ് മില്ലുണ്ടല്ലോ, അതിത്തെ അമ്പ് അമ്പ് ഞാന് പാറി നടക്കുന്ന അമ്പ് ഞാൻ എന്റെ ബാക്ക് കൂടെ കൊണ്ടുനടക്കാണ്. അപ്പോൾ ഇവന് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരുള്ളൂ. उड़ता हुआ तीर क्या? हिंदुत्व. इंडिया में हिंदुत्व उड़ता हुआ तीर ही है. मैं वही उड़ता हुआ तीर को कमान में डाल के फिर चलाना चाहता हूँ अपने दुश्मनों की तरफ. बहुत ही कम लोगों को नसीब होता है इस 2026 में जब कंक्रीट सिटी चारों तरफ है, वहाँ वो जंगल में बिता सके कुछ पल. चारों तरफ जंगल ही जंगल. मुझे ना कभी कभी लगता है कि ये जंगल मेरे जैसा जानवर के लिए बना हुआ है. इंसान അത് ഇവൻ തന്നെ സമ്മതിച്ചു. ലാസ്റ്റ് ഇവൻ പറഞ്ഞെന്താണ്? ലാസ്റ്റ് ഇവൻ പറഞ്ഞത് ഈ കാട് എന്നെ പോലുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല മോനെ, നീ ഒരു മൃഗത്തിന്റെ അത്രയും കൂടി നല്ലവനല്ല. മൃഗം നല്ലവനാണ്, നീ അതിലും അധംപതിച്ചവനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ വീഡിയോ ഇന്ന് രാവിലെയാണ് കണ്ടത്. കണ്ടപ്പോൾ എനിക്കിത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം തോന്നി. എന്തുകൊണ്ട്? കാരണം അന്നത്തെ ഒരു ഭയാനകമായ രംഗം ക്രിസ്ത്യാനികൾ എന്തായാലും മറക്കൂല. ആ ക്രിസ്ത്യാനികൾ എന്തായാലും മറക്കൂല. ഇത് ആരും മറക്കൂല സഹോദരന്മാരെ. നമ്മളൊരു മതവിശ്വാസികൾ എന്ന് പറഞ്ഞാല് ഈ മുസ്ലിം മതമായിക്കോട്ടെ, ഹിന്ദു മത, ക്രിസ്ത്യാനി മതമായിക്കോട്ടെ, മതത്തിന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ കുടുംബസമേതം ജീവിക്കുന്നവരാണ്. അപ്പൊ കുടുംബസമേതം ജീവിക്കുമ്പോൾ ഈ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമിയിൽ മനസമാധാനമായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് മനസമാധാനം നൽകുക. അത് മാത്രമല്ല, മരണാനന്തരം സുഖമായൊരു ജീവിതം നമുക്ക് കിട്ടുമെന്ന് എന്താണോ വേദഗ്രന്ഥങ്ങൾ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക, നല്ലവനായി ജീവിക്കുക. ഒരു മതഗ്രന്ഥവും എന്ത് പറയുന്നില്ല? തോന്നിവാസം പറയുന്നില്ല. നിങ്ങൾ മറ്റുള്ളവനെ ബുദ്ധിമുട്ടിപ്പിച്ച് ജീവിക്കണമെന്ന് കൽപ്പിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ, ഇവനെ പോലുള്ള ഹിന്ദു തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ മനസമാധാനമായിട്ട് ജീവിക്കാനല്ല പ്രേരിപ്പിക്കുന്നത്, ദൈവത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല പ്രേരിപ്പിക്കുന്നത്, ദൈവം പറയുന്ന ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത്. എല്ലാവരുമല്ല. നിരവധി സ്വാമിമാരെ നമ്മൾക്കറിയാം, നിരവധി സ്വാമിമാരുടെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള തീവ്രവാദികൾ പറയുന്ന സന്ദർഭത്തിൽ എടുത്തു ചാടിക്കൊണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് പിന്നെ കരയേണ്ടി വരും. ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ നിരവധി വീഡിയോ നിങ്ങൾ കണ്ടാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നിട്ട് ഇവൻ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഹിന്ദുക്കളായ ആളുകളെ ഇളക്കി വിടുന്നു. ഇവൻ ഇളക്കി വിടുമ്പോൾ ഇവന് കുറച്ച് ഇംഗ്ലീഷും കുറച്ച് കാര്യം അറിയുന്നത് കൊണ്ട് ഇവൻ നേതാവാകുന്നു. സംസാരിക്കാൻ കൂടുതൽ അറിവുള്ളവൻ എന്താവും? പെട്ടെന്ന് അതിന്റെ മുന്നിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. വന്നുകൊണ്ട് അതിന്റെ ചുക്കാൻ പിടിക്കും, ചെങ്കോല് പിടിക്കും. എന്തിന്? അവൻ പിന്നെ മുന്നിലായിരിക്കും എപ്പോഴും. അവന്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവൻ സാമ്പത്തികമായി അക്കൗണ്ട് തുറക്കുകയും സാമ്പത്തികമായി ഹിന്ദുക്കളെ ചൂഷണം ചെയ്യുകയും ചെയ്തു. അത് മാത്രമല്ല, ഇവന്റെ പോക്ക് വളരെ അപകടകരമാണ് എന്ന്. എന്തായിരുന്നാലും ഹിന്ദുക്കളിലും മനുഷ്യന്മാരാണല്ലോ ഇതൊക്കെ, ബുദ്ധിയുള്ളവര്. അപ്പൊ മനസ്സിലാകുമല്ലോ ഇവന്റെ പോക്ക്. ഇവൻ സ്വയം നശിക്കുമെന്ന് മാത്രമല്ല, നമ്മളെയും നശിപ്പിക്കും. കാരണം ഈ ഒപ്പം പോകുന്നവനും കുടുംബം, കൂട്ടം, മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. അവൻ പ്രയാസപ്പെട്ട അവന്റെ കുടുംബം പ്രയാസപ്പെടൂലേ? അവന്റെ ജീവൻ എന്ത് സംഭവിച്ചാൽ അവന്റെ കുടുംബം പട്ടിണിയാകൂലേ? ഏതുപോലെ ഇതേപോലെ ഇപ്പൊ ഇവൻ എന്തായി? ഇവനെ പോലീസ് തെരയുകയാണ്.
ആ തെരച്ചിൽ നിന്ന് പോലീസിന്റെ കയ്യിൽ പെടാതിരിക്കാൻ ഇവൻ തെണ്ടുകയാണ് കാട്ടിലൂടെയും ഇങ്ങനെയുള്ള സ്ഥലത്തു കൂടെ ജനങ്ങളടിക്ക് വിടുന്നത്. അവന്റെ കയ്യിലുള്ള മൊബൈൽ കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്. അവന്റെ കൂടെ ആരുമില്ല. അത് അവൻ തന്നെ പറയുന്നുണ്ട് തെണ്ടി നടക്കുകയാണ് എന്നുള്ളത്. അവനെ മനസ്സിലായി. കാരണം വളരെ ഉഷാറായിട്ട് തിന്നേണ്ടതൊക്കെ തിന്ന് ഭക്ഷിക്കേണ്ട ഭക്ഷണങ്ങളും കഴിച്ച് സുഖലോലുപനായി ജീവിച്ച് ഇപ്പോൾ അടി കിട്ടിയപ്പോൾ തെണ്ടാണ്. എന്നിട്ട് അവൻ പറയാണ് എന്നെ പോലുള്ള മൃഗങ്ങൾക്ക് ഉള്ളതാണ് ഈ കാട്. നിങ്ങൾ കേട്ടു നോക്കൂ. ഞാൻ ഇന്റെ വകയെ പറയല്ല, പക്ഷെ നിങ്ങൾ അറിയണം, നമ്മൾ ഇത് അറിയണം. സത്യസന്ധമായി ജീവിക്കാനാണ് മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത്. സത്യസന്ധമായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് സമാധാനം നൽകുകയും. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പൊ ഒരു കുംഭമേളയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്വാമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൗതികമായിട്ട് യാതൊരുവിധ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മഹർഷിയുടെ കഥകൾ വായിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിലൊക്കെ നിരവധി മഹർഷികളുടെ കഥ വായിച്ചിട്ടുണ്ട്. രാമായണം, മഹാഭാരതം, അതിലൊക്കെ രണ്ട് വശങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കിയത് മഹാഭാരതത്തില് രണ്ട് വശങ്ങളാണ്. ഒന്ന് ശത്രുക്കളും ഒന്ന് നല്ലവരും. അത് കുടുംബക്കാര് തമ്മിലാണ് ആ പ്രശ്നം. അവരുടെ കുടുംബത്തിലാണ് ആ പ്രശ്നം. ആര് ഒരു സ്ത്രീനെ അപമാനിക്കുന്ന രംഗം, അങ്ങനെ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുന്നു. ഇങ്ങനെ രാമായണം രാമന്റെ നന്മ സംസാരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതൊക്കെ നമ്മൾ പരസ്പരം അറിയുന്നവരും വായിക്കുന്നവരൊക്കെയാണ്. ഇതിലൊക്കെ നന്മ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ദൈവത്തിന്റെ ആളാണെന്ന് പറയുന്ന ആളുകളുടെയും മനസ്സിലെന്താണ്? മറ്റുള്ളവരോട് വൈരാഗ്യം. ഈ ഭൂമിയിൽ മനുഷ്യൻ സമാധാനപരമായി ജീവിക്കേണ്ടവനാണ്, മറ്റുള്ളവർക്ക് സമാധാനം നൽകേണ്ടവനാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവൻ. ഈ സന്ദേശമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത്ര മാത്രമേ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. അതുകൊണ്ട് ഒരു നാൾ ഒറ്റപ്പെടും. എത്ര വലിയ കയ്യൂക്ക് ഒറ്റക്കെട്ടായിട്ടല്ല ഇവർക്ക് നിൽക്കുന്നത്. ഒരു വ്യക്തി ആയിട്ടല്ല ഇവർക്ക് ശക്തി കിട്ടുന്നത്. കുറെ ആളുകൾ കൂടുമ്പോൾ അവിടെ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, യാതൊരുവിധ ലക്കും ലഗാനും ഇല്ലാതെ സ്വതന്ത്രമായി പറയുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, പോലീസ് ഉണ്ട് ഇവിടെ, നിയമമുണ്ട് ഇവിടെ. കേസെടുക്കും. അത് എത്ര വലിയവനാണെങ്കിലും അവനെ പിടിച്ചുകൊണ്ട് കൂട്ടിലണ്ടിടും. മനസ്സിലായില്ലേ? നിരക്കാത്ത കാര്യം, മനുഷ്യർക്ക് നിരക്കാത്ത കാര്യം കലാപം നടത്തുന്ന ഏവനാണെങ്കിലും ആരാണെങ്കിലും അവന്റെ സ്ഥാനം ജയിലായിരിക്കും. അത് ഓർത്താൽ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നിയമം വിജയിക്കട്ടെ. നമ്മുടെ ഇന്ത്യയിലുള്ള നിയമം വിജയിക്കട്ടെ, ഉന്നതയിൽ നിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. ആ ഒരു പ്രതീക്ഷ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ. എന്ത് തന്നെ നടന്നാലും ആ ഒരു നിയമം സുരക്ഷിതമായി ജനങ്ങളെ സംരക്ഷിക്കും എന്നൊരു ബോധമാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവൻ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ നോക്കി, പക്ഷെ ഇവനെ പിടിച്ച് കീടത്തിന്റെ പോലെ, ഒരു കക്കൂസത്തെ പുഴുവിനെ പോലെ ആ വിലയും കൂടി കൽപ്പിക്കാതെ ഇവനെ തെണ്ടി നടക്കുകയാണ്. ഇത്ര മാത്രം പറയുന്നു. മനുഷ്യരാണ് നമ്മൾ. സമാധാനം വേണം. എല്ലാവർക്കും സമാധാനം വേണം. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുക, പ്രവർത്തിക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ തെണ്ടി ഇങ്ങനെയുള്ള ആളുകളെ ബഹിഷ്കരിക്കുക. താങ്ക് യു.